ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം സഭയായി 5 നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. ഈസ്റ്ററിന് മുമ്പായി 50 നോമ്പ്, ക്രിസ്മസിന് മുമ്പായി 25 നോമ്പ്, മാതാവിന്റെ സ്വർഗാരോഹണ പെരുന്നാളിന് മുമ്പായി 15 നോമ്പ്, ശ്ലീഹന്മാരെ ഓർക്കുന്നതിനായി 12 നോമ്പ്. ഈ നോമ്പുകളെല്ലാം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ എന്താണ് 3 നോമ്പ് അല്ലെങ്കിൽ നിനവേ നോമ്പ് എന്ന് നോക്കാം. വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് 18 ദിവസം മുമ്പുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസത്തിലാണ് 3 നോമ്പ് ആചരിക്കുന്നത്. ഈ വർഷം ജനുവരി 22, 23, 24 തീയതികളിൽ നാം 3 നോമ്പ് ആചരിക്കുന്നു. എന്താണ് 3 നോമ്പ്? പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് 3 നോമ്പ്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച യോനാ പ്രവാചകൻ കപ്പലിൽ നിന്ന് സമുദ്രത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഒരു വലിയ മത്സ്യം യോനയെ വിഴുങ്ങി. 3 ദിനരാത്രങ്ങൾക്ക് ശേഷം കടൽ തീരത്ത് മത്സ്യം യോനയെ ഛർദ്ദിച്ചിട്ടു. ഇവിടെ നിന്നും പ്രവാചകൻ നിനവേ നഗരത്തിലെ ജനങ്ങളോട് ദൈവവചനം പ്രഘോഷിക്കുകയും അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ പാപ വഴികളെ വിട്ട് ദൈവ വഴികളിലേക്ക് തിരികെ വരികയും ചെയ്തു എന്ന് നാം വചനത്തിൽ കാണുന്നു. ഒരു ദേശത്തിന്റെ മടങ്ങി വരവിന് കാരണമായ രൂപാന്തരം സംഭവ്യമായതെങ്ങനെ? അതിന് കാരണഭൂതനായ യോനയെ ദൈവം രൂപാന്തരപ്പെടുത്തിയതെങ്ങനെ? മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞ 3 ദിനരാത്രങ്ങൾ യോനയ്ക്ക് സ്വയം ശോധനയുടെ നാളുകൾ നൽകി. 3 ദിനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന നിനവേ നോയമ്പ് നാം എങ്ങനെ അനുഷ്ഠിക്കണം? എന്തൊക്കെ രൂപാന്തരങ്ങൾ നമ്മളിൽ വരണം? യോനാ പ്രവാചകന് കൈവന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം. 1. അനുതാപം. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു എന്ന ബോധം യോനയിൽ വന്നു ചേർന്നു. ഈ അനുതാപം നമ്മിലും വരണം. 2. രൂപാന്തരം. യോന രൂപാന്തരപ്പെട്ടു എന്നതിന് 2-ാം അധ്യായം 4-ാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു. 3. വിശ്വാസത്തിലുള്ള സ്ഥിരത. യോനയുടെ വിശ്വാസത്തെ 2-ാം അധ്യായത്തിലുടനീളം കാണുന്നു. ഈ 3 മാറ്റങ്ങൾ ഈ നിനവേ നോമ്പ് കാലയളവിൽ നമ്മിൽ വരേണ്ടത് ആവശ്യമാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ സാക്ഷ്യത്തെ തീക്ഷ്ണതയുള്ളതാക്കാം. നമുക്കതിനായി ഒരുങ്ങാം.